വിഷം തന്ന് കൊല്ലണ മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞു മോനെ മോനെ വലിയപ്പനെ വിളിക്കാറുണ്ട്. അവരുടെയൊക്കെ രൂപ വ്യത്യാസമുണ്ട്, കൂമുകോയോടൊക്കെ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മരിക്കണതിന് വേദന ഇല്ല, മരിക്കണതിന് എനിക്കൊരു കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് മരിച്ചാൽ കുഴപ്പം. ഞാൻ മരിക്കണതിന് വില ഉണ്ടാവും വിഡ്ഢികളെ. നിങ്ങളെ മാതാപിതാക്കളെ കൊന്നു കഴിഞ്ഞാണ്ടല്ലോ, രാജാവിനെ 90 വയസ്സിൽ കൊന്നു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ നരകത്തിന് അർഹയാവും. എന്താ വെച്ചാൽ ഞാൻ പറയണ്ട, എൻ്റെ മരണത്തോടെ ഞാൻ അതിനു മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. 2017 എന്താ ചോദിച്ചാൽ 2018 കൂങ്കളൂർ ഞാൻ വൃത്തികെട്ട സ്ഥലത്ത് വഴിയിൽ പോയി റെയിൽവേ വൈഫൈ എടുത്തിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തേക്കണേ. വ്യത്യാസം മനസ്സിലാക്ക്. റെയിൽവേ വൈഫൈ എടുത്തിട്ട് പാസ്വേഡും കിട്ടിയിട്ട് ഫ്രീക്കാണ് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞു കാശിന് വേണ്ടിയാണ് നമ്മുടെ എന്തെങ്കിലും പറയണം ചെയ്യണതും. എന്താണെങ്കിലും ജോലി ചെയ്യുമ്പോൾ വരെ കാശ് വേണ്ടെന്ന് പറയണ ആളാണ് ഞാൻ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്താണ് ഒരു സന്തോഷത്തോടെ മരിക്കാൻ കാരണം ഈ മാതാപിതാക്കളാണെങ്കിൽ എത്ര ബാപ്റ്റിസ്റ്റിനാണ് യഹോവയും യേശോ വരെ രക്ഷിക്കാൻ പോകുന്നില്ലേ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നരകത്തിന് അർഹയായ ചെകുത്താൻ വിഡ്ഢികളായ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് ഉണ്ടായി ഈ മാതാപിതാക്കൾ ചത്തേ തീരും. അതുപോലെയുള്ള വിഡ്ഢികളും ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് 2017. സുനാമി ദർ ഇസ് നോ നീഡ് ഫോർ സുനാമി ടു കം ഫ്രം ദ ഷോർ ഇറ്റ് സെൽഫ്, ഇറ്റ് ക്യാൻ കം വിതിൻ ഇൻസൈഡ്. ആ രീതിയിലാണ് അന്ന് എഴുതിയത്. 2017 ഒരു ഡിസംബർ നവംബറിന് മുമ്പും മെയ്ന് മുമ്പും. പിന്നെ അത് കഴിഞ്ഞ് 2018 അത് പിന്നെ എഴുതിച്ചു യു ക്യാൻ സീ മില്യൺസ് ഓഫ് പീപ്പിൾ വിൽ ഡൈ ഇൻ എ റീസെൻറ്റ് സിറ്റുവേഷൻ സൂൺ എന്ന് പറഞ്ഞു. മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈ ചെയ്ത ചരിത്രം അന്ന് ഉണ്ടായില്ല, ഇല്ല. ഒരുമിച്ച് മില്യൺസ് ഓഫ് പീപ്പിൾ വിൽ ഡൈ ടുഗദർ ഇൻ എ റീസെൻറ്റ് സിറ്റുവേഷൻ വെരി സൂൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാണ്. അപ്പോൾ പിന്നെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് വെച്ചാണ് വിത്ത് മൈ ഡെത്ത് ദ വേൾഡ് വിൽ എൻഡ് അങ്ങനെ വേൾഡ് വിൽ ബി ഓവർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാണ്. അപ്പോൾ മനസ്സിലാക്കുക, നരകത്തിന് തുല്യം യഹോവയുടെ ഒരു ട്രിക്കായിരുന്നു അത്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഒരു ട്രിക്കായിരുന്നു. ഈ സാക്രിഫൈസിൽ നിങ്ങൾ വിശ്വസിക്കാണ്ട് വിപരീതം ചെയ്തുകൊണ്ടിരുന്ന ഉന്മൂലനം ഉണ്ടാവും. ഫുള്ളായിട്ട് ഡിനോസറിന് ഉന്മൂലനം ചെയ്തല്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ചോദിക്കും തമാശ 2 മണിക്കൂറിൻ്റെ സിനിമ, ഡിനോസറൊക്കെ അന്ന് മനുഷ്യർ 2 മണിക്കൂറിൻ്റെ സിനിമയും കണ്ട് ജീവിച്ചിരിക്കുകയായിരുന്നു. അന്ന് ക്യാമറയും എല്ലാം ഉണ്ടായിരുന്നു. അത് എത്ര വർഷം മുമ്പ്, മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ്. അപ്പോൾ ഈ വെഡ്ഡി ക്യാമറയും സ്പൈ ക്യാമറ ചെയ്യുന്നത് തെറ്റാന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാവണതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അത് മനസ്സിലാക്കാൻ വെച്ചോ. എല്ലാ വിഡ്ഢികൾക്കും കിട്ടേണ്ട നേരത്ത് കിട്ടും. നിത്യ ജീവൻ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അതിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നേരെ വിപരീതമായി ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ഇങ്ങനെയുള്ള മനുഷ്യർ എന്തിനാ ജീവിക്കേണ്ട കാര്യം? അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല അതിന്, ചെകുത്താൻ വെഡ്ഡികൾ. അപ്പോൾ സ്വന്തം തന്തയുടെ തലയുടെ റിട്ടയർഡ് നേച്ചർ അനുകരിക്കണവർ. ഉന്മൂലന നാശം, അത് ഫുള്ളായിട്ട് നാശനം വരണം. എന്ന് വെച്ചാൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ഞാൻ ജീവനുള്ള ദൈവമായിട്ട് സൂചിപ്പിക്കുക. നിങ്ങൾ നാണാവില്ലേ? സമയം എനിക്ക് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്, സൃഷ്ടി എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. സൃഷ്ടിയെ ആരാധിക്കാൻ പാടില്ല. എൻ്റെ വായന്ന് കറക്റ്റായിട്ട് ഉള്ളൂ. എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. ഈ ദേഷ്യം കാണിച്ച് കുടിച്ച് മുമ്പിൽ നടന്ന് ഡ്രഗ് അടിച്ച് ഗുഡ്ക്കും കഴിച്ച് എത്ര നാൾ നടന്നു? ആണും പെണ്ണും വ്യത്യാസമില്ലാണ്ട് എത്ര നാൾ നടന്നു? ആണത്തോ പെണ്ണത്തോ ആണോ? അത് വിവരമാണ് കൊടുക്കേണ്ടത് നാവിന്ന്. അത് മൂട്ടിന്ന് വിടുന്നതല്ല ആണത്വത്തിൻ്റെ ലക്ഷണം. മൂട്ടിന്ന് വിടുന്നത് വിവരമില്ലായ്മ, വിഡ്ഢികളുടെ ലക്ഷണം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് ഈ ആണത്തോ പെണ്ണത്തോ ഇല്ലാത്ത വിഡ്ഢികളെ പോലെ നടന്നിട്ട് എന്താ കാര്യം? തേവിടിച്ചുകളുടെ പോലെ നടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. ഇനിയും വരാനുള്ളത് വരാൻ ചെയ്യും. എത്ര വർഷം എടുത്തോട്ടെ, 4 വർഷം എടുത്തോട്ടെ. ഇപ്പം പറഞ്ഞ ചെറുത് 1 മാസം 5 മാസം 1 വർഷം എടുത്തോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു 4 വർഷം എടുത്തോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 25 വയസ്സ് 90 വയസ്സ്. അപ്പോൾ എനിക്ക് 63 വയസ്സുണ്ടാവുള്ളൂ 25 വർഷം കഴിഞ്ഞാൽ. നോക്കിക്കോ, എൻ്റെ രൂപത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നീ വിചാരിക്കും 63 വയസ്സ്, കുടവയറൊക്കെ ആയിട്ട് ഇതിനെ വയസ്സായിട്ട് വിറങ്ങലിച്ച് അങ്ങനെയൊക്കെ ഇരിക്കണം വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് വലിയ മാറ്റം ഉണ്ടാവില്ല. ഈ വയസ്സിൽ ഇങ്ങനെയാണ് എൻ്റെ മുഖം ഇരിക്കണമെങ്കിൽ അപ്പോഴത്തെ വയസ്സൊന്ന് ഓർത്ത് നോക്കേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എവിടെ എന്താ വെച്ചാൽ. പക്ഷേ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. എത്ര വേഗം ഞാൻ പറഞ്ഞു തീർന്നു. അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യാനാണ് ഇതുണ്ട്. എൻ്റെ അവസാനത്തിൽ വേൾഡ് എൻഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കും.